ഹായ് ഓൾ, ഐ എം അനുശ്രീ. വെൽക്കം ടു ഈസി സ്കൂൾസ്. ഇന്ന് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഓൺ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ വൺ ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. സോ അതുകൊണ്ടാണ് നമ്മളിന്നിപ്പം ഈ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കിപ്പം എക്സാമിന് ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് മാത്രം അങ്ങനെ ഒരു ക്വസ്റ്റ്യനെക്കാട്ടും മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പാക്റ്റ് ഓഫ് LPG ഓൺ എഡ്യൂക്കേഷൻ എന്ന് വരും. അതുകൊണ്ടാണ് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് LPG ഓൺ എഡ്യൂക്കേഷൻ എന്ന് ചോദിക്കും. സോ ആ രണ്ട് ക്വസ്റ്റ്യൻസിനും നമുക്കൊരു ഡീറ്റെയിൽ ആൻസർ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. First of all, LPG is basically an economic policy. So ഇത് നമ്മളിപ്പം എഡ്യൂക്കേഷൻ്റെ ടേംസിലാണ് LPGനെ പഠിക്കാൻ പോകുന്നതെങ്കിലും എന്താ LPG എന്ന് നമുക്കൊരു ചെറിയൊരു ബേസിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇതൊക്കെ ബേസിക്കലി ഒരു ഇക്കണോമിക് പോളിസിയാണ്. അത് ഏതൊരു നേഷനും അവരുടെ ഇക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോളിസീനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈവൻ ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു LPG ഈ ഒരു ഇക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1991 വെൻ ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് അവർ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പം ആ ഒരു 1990s തൊട്ടിട്ടാണ് ഇന്ത്യ ഗ്ലോബലൈസേഷൻ്റെ പാർട്ടാവുന്നത്. അപ്പോൾ ഇതൊരു ഇക്കണോമിക് പോളിസിയാണ്. ബട്ട് വി ആർ കൺസേൺഡ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് LPG ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓൺ എ ഗ്ലോബൽ ലെവൽ. പക്ഷേ ഈ സ്ലൈഡിൽ നമ്മൾ ബാക്കി ആസ്പെക്ട്സിലൊക്കെ എങ്ങനെ LPGയുടെ ഇൻഫ്ലുവൻസ് എന്നതിനേക്കാളുപരി എഡ്യൂക്കേഷൻ്റെ ടേംസിൽ എങ്ങനെയാണ് LPGയുടെ ഇൻഫ്ലുവൻസ് ആ ഒരു ഗ്ലോബൽ ലെവലിൽ വരുന്നത് എന്നായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ലിബറലൈസേഷൻ. വാട്ട് ഈസ് ലിബറലൈസേഷൻ? Liberalization is providing relaxation of government restrictions in the areas of social, political and economic policies. ലിബറൽ ആവുക എന്ന് തന്നെ പറഞ്ഞാൽ എന്താ? കുറച്ച് ഫ്രീ ആയിട്ട് വിടുക. ലിബറൽ ആവുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഈ ലിബറലൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസും റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് ലിബറൽ ആക്കി കൊടുക്കുക, കുറച്ചൊന്ന് ഫ്രീ ആക്കി കൊടുക്കുക, ചെറിയ റിലാക്സേഷൻസ് ഒക്കെ കൊടുക്കുക. ഇൻ ടേംസ് ഓഫ് കുറേ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് പോളിസികളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ്റെ ടേംസിലായതുകൊണ്ട് തന്നെ മറ്റാൾക്കാർക്കും കൂടി ആ എഡ്യൂക്കേഷൻ്റെ പല പോളിസീസിലൊക്കെ ഇൻ്റർവീൻ ചെയ്തിട്ട് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു റിലാക്സേഷൻ കൊടുക്കുക ടു ദ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസിനൊക്കെ. സോ നമുക്ക് നോക്കാം ഈ ലിബറലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ അതെങ്ങനെയൊക്കെയാണ് സാധ്യമാവുന്നത്. It allows educational institutions to open school, colleges and universities if he or she fulfill the eligibility criteria of the government. ഓരോ ഗവൺമെൻറ്റിന് ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത്ര ഏരിയ വേണം, ഇത്ര ഫാക്കൾട്ടീസ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ നോംസും ക്രൈറ്റീരിയാസും ഉണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്യാവുന്ന രീതിയിൽ ഒരാൾ വരികയാണെങ്കിൽ ആ ആൾക്ക് നമ്മൾ ആ ഒരു ചാൻസ് കൊടുക്കുകയാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്കൂളോ കോളേജോ ഓപ്പൺ ചെയ്ത് റൺ ചെയ്യാൻ. എല്ലാ ക്രൈറ്റീരിയാസും ഗവൺമെൻറ് പറയുന്ന ക്രൈറ്റീരിയാസൊക്കെ അവർക്ക് അത് അപ്ലിക്കബിൾ ആണെങ്കിൽ അവർക്ക് ഇങ്ങനൊരു സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ ഓപ്പൺ ചെയ്യാൻ നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുന്നു. And liberalization increased access to education in qualitative and quantitative terms as educational institutions were allowed to open their own academies like sports, dance and yoga etc. അതുപോലെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പോളിസി. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെച്ചപ്പെട്ട് നിൽക്കാനും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വരാൻ വേണ്ടി അവർ തന്നെ പല അക്കാഡമീസും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ. ലൈക്ക് സ്പോർട്സ് അക്കാഡമീസും ഡാൻസ് അക്കാഡമി അല്ലെങ്കിൽ യോഗ
അങ്ങനത്തെ റീക്രിയേഷണൽ ഓരോ ആക്ടിവിറ്റീസിനൊക്കെ കുറേ സ്പേസ് കൊടുത്ത് ആ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ ഇൻ ദ എൻഡ് ദ കംപ്ലീറ്റ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് മൈൻഡ്, സോൾ ആൻഡ് ബോഡി. സോ അങ്ങനെ പല ആസ്പെക്റ്റിലും കുട്ടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉള്ള പല രീതിയിൽ ഫ്രീ ആക്കി വിടുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെ നിലയിൽ കുട്ടികൾക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാം, ബെറ്റർ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നൊക്കെ നോക്കിയിട്ട് ഓരോ ഇൻ്റർവെൻഷൻസും അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ അത് ഇൻ ടേൺ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Then it increased competition from foreign education service, compelled the domestic counterparts to improve their service. അതായത് നമുക്കെന്നെ അറിയാം, ഇപ്പം ഈ ഒരു ഗ്ലോബൽ ഈ 3 ടേമും സെപ്പറേറ്റിനെക്കാട്ടും ശരിക്കും ഇൻ ദ എൻഡ് ഇത് 3 ഒരു സിംഗിൾ ടേമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈവറ്റൈസേഷൻ വന്നതോടുകൂടിയോ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടിയോ നമ്മൾക്ക് മറ്റ് കൺട്രീസ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ, ഫോറിൻ കൺട്രീസിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻക്രീസ് ദ കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ എഡ്യൂക്കേഷൻ സർവീസിലൊക്കെ ഉള്ള അതിൻ്റെ ലെവലിൽ തന്നെ ഉള്ളൊരു എഡ്യൂക്കേഷൻ സർവീസ് ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പം മറ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നത് അവരുടെ ഉള്ളിൽ തോന്നിയിട്ട് അവർ ആ ഒരു ലെവലിനെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളല്ല, UK യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി പോയി വേണം, അവിടുത്തെ കാനഡയിൽ പോയി പഠിക്കണം, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് കുട്ടികൾ പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ലെവൽ നമ്മുടെ ഓൺ കൺട്രിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് കൗണ്ടർ പാർട്സ്, അതായത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇറ്റ് ഇൻക്രീസ് ദ കോമ്പറ്റീഷൻ, increased competition from education from foreign education service compelled the domestic counterparts also to improve their service. Then competition among schools enhance the educational quality. Of course നമുക്കറിയാം സ്കൂളുകൾക്കിടയിലും ഒരുപാട് കോമ്പറ്റീഷൻ. ഇപ്പം ഒരു പെർട്ടിക്കുലർ സ്കൂളിലൊരു സ്പോർട്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ നല്ല ഫങ്ഷനിങ്, അവിടുത്തെ അക്കാഡമിക് റിസൾട്ടുകളും നല്ല ഇതിലാണ് വരുന്നത്, സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കേണ്ട അങ്ങനെ ഒരു സ്കൂളുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ ആയിരിക്കും കുട്ടികളെ ചേർത്തുക. അപ്പം ആ ലൊക്കാലിറ്റിയിലുള്ള മറ്റ് വേറൊരു പ്രൈവറ്റ് സ്കൂളോ അങ്ങനെയെങ്കിൽ വേറെ ഏത് സ്കൂളുണ്ടെങ്കിലും അതേ രീതിയിലുള്ളൊരു ഫെസിലിറ്റി ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ സ്കൂളിൽ ഓപ്പൺ ചെയ്യാനും അവിടെ ഇപ്പോൾ എന്തെങ്കിലും നിലവാരം കുറഞ്ഞു എന്ന് തോന്നുന്നത് അതവർ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. സോ ഇൻ ദ എൻഡ് ആരാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്? കുട്ടികൾക്കാണ് അതിൻ്റെ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അതാണ് കോമ്പറ്റീഷൻ അമംഗ് സ്കൂൾസ് എൻഹാൻസ് ദ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി എന്ന് പറയാം. ആൻഡ് ഇറ്റ് റെഡ്യൂസ്ഡ് ക്രോസ് കൺട്രി ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ക്രോസ് കൺട്രി ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ഓഫ് കോഴ്സ് അതായത് മറ്റ് എബ്രോഡ് അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസും ഞാൻ പറഞ്ഞില്ലേ ആ ഒരു നിലവാരത്തിനൊത്ത രീതിയിൽ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സർവീസും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പം അത് പല രീതിയിൽ അത്തരം ഡിഫറൻസസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡിസ്പാരിറ്റി മീൻസ് ആ ഒരു ക്രോസ് കൺട്രി എഡ്യൂക്കേഷൻ സർവീസും ആ ഡിഫറൻസസിനെ റെഡ്യൂസ് ചെയ്യാണ് നമ്മൾ അത്രയും കോമ്പീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുന്നതോട് കൂടിയിട്ട്. സോ ഐ തിങ്ക് ആ ഒരു പെർട്ടിക്കുലർ ലിബറലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ കംസ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ മീൻസ് സ്വകാര്യവൽക്കരിക്കുക. It is the process of transferring the ownership of an organization or enterprise from the public sector to private sector. അതായത് ഗവൺമെൻറ് അഥവാ പബ്ലിക് സെക്ടർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവർ ഇത്രയും കാലം റൺ ചെയ്ത ആ ഒരു ഓർഗനൈസേഷനോ എന്താണോ അത് പ്രൈവറ്റിലേക്ക് അതിൻ്റെ ആ ഒരു ഓണർഷിപ്പ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇനി അതെല്ലാം നോക്കി നടത്തുക ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും. അതാണ് പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്.
ഒരു പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കട്ടെ ഓർഗനൈസേഷനെ പ്രൈവറ്റൈസ് ചെയ്യുക വെച്ചാൽ അത്രയും കാലം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളത് ഗവൺമെൻറ് വേറെ ഒരു പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പിന് എയർപോർട്ടുകൾ, തിരുവനന്തപുരം എയർപോർട്ടുകളൊക്കെ നമ്മൾ ലക്നൗ എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട്, അങ്ങനെ 5ഓളം എയർപോർട്ടുകൾ അദാനി ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിനെതിരെയൊക്കെ പല രീതിയിലുള്ള ക്രിറ്റിസിസംസ് നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ അതാണ് പ്രൈവറ്റൈസ് ചെയ്യുക എന്നാൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു സാധനം നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിന് ഒരു ഫോർ എ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ മണി നമ്മൾ കൊടുക്കുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്കറിയാം ഒരുപാട് പ്രൈവറ്റ് സ്കൂൾസ് ഉള്ളതാണ്. സോ ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ കോമൺ ടേം ആക്ച്വലി. അപ്പോൾ മെയിൻ എയിം എന്താണ്? പ്രൈവറ്റൈസേഷൻ ഓൺ എഡ്യൂക്കേഷൻ ഇൻറ്റൻഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ കൊണ്ട് എയിം ചെയ്യുന്നത് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയുടെ പോപ്പുലേഷൻ അറിയാം. സോ എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെൻറ് സെക്ടർ എലോൺ, പബ്ലിക് സെക്ടർ എലോണിന് പോസിബിൾ ആണോ എന്നതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ദ പ്രൈവറ്റ് സെക്ടർ ഓൾസോ ഹെൽപ്പ് us ടു റിയലൈസ് ദാറ്റ് goal. So merits, let's look at the merits. Releases huge amount of public capital that is locked up in the higher education system and the same can be diverted to the primary education sector. ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനേക്കാളേറെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ഹൈ എമൗണ്ടും സ്പെൻഡ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷനാണ്. സോ അവിടെ ലോക്കായി കിടക്കുന്ന ആ ഒരു ഹ്യൂജ് എമൗണ്ടിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് തിരിച്ച് ബാക്കി എല്ലാ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിലേക്കും കൊടുക്കാൻ സാധിക്കും. അതായത് കുറച്ചൊക്കെ കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് കോളേജസ് അഥവാ പ്രൈവറ്റ് സ്കൂൾസ് വരുമ്പം ആ ഒരു പാർട്ടിലേക്കും കൂടി എഡ്യൂക്കേഷൻ അവിടെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവിടെ പോകുന്ന ആ ഒരു സെക്ടറിലേക്ക് പോകുന്ന അവരുടെ എഡ്യൂക്കേഷൻ വിൽ ബി അണ്ടർ ദറ്റ് പ്രൈവറ്റ് സെക്ടർ. സോ ഗവൺമെൻറ് ക്യാൻ ഫോക്കസ് ഓൺ അനദർ ഏരിയാസ് ആസ് വെൽ. അതാണ് ഉദ്ദേശിക്കുന്നത്, ദ അതർ ഏരിയാസ് ആസ് വെൽ. ഓക്കെ. ആൻഡ് ഹയർ എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി സെക്യൂർഡ്. എങ്ങനെയാണ് ഹയർ എക്കണോമിക് ഗ്രോത്ത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇന്ത്യയിലുള്ള ആ ഹോൾ പോപ്പുലേഷനെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം എത്രത്തോളം എക്കണോമി വേണ്ടി വരും. അത് ഗവൺമെൻറ് എലോൺ ആയിട്ട് എടുക്കുമ്പം എത്രത്തോളം എക്കണോമി അതിന് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ, ഒരു നേഷൻ റൺ ചെയ്യണമെങ്കിൽ പല ആസ്പെക്റ്റുകളും ഉണ്ടല്ലേ, പല ഹെൽത്തിലേക്കും എഡ്യൂക്കേഷനിലേക്കും അങ്ങനെ പല സ്ഥലത്തേക്കും നമ്മളുടെ റവന്യൂ പോകണം. അപ്പോൾ ഇൻ ദ എൻഡ് ഇത് പിന്നെ നമ്മളുടെ ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ പ്രൈവറ്റ് ഹെൽപ്പും കൂടി വേണം. അങ്ങനെ ആകുമ്പം കുറച്ചൊക്കെ ഒരു എമൗണ്ട് അല്ലേ ഹയർ എക്കണോമിക് ഗ്രോത്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എൻറ്റയർ എമൗണ്ട് നമുക്ക് ഒരൊറ്റയൊരു ഇതിലേക്ക് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. വി ക്യാൻ സേവ്. ആ പ്രൈവറ്റ് സെക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പം നമുക്ക് അതിൽ നിന്നൊക്കെ കുറേയൊക്കെ എക്സ്പെൻഡിച്ചർ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹയർ എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി സെക്യൂർഡ്. Results in better management of educational institutions. Yes, of course. We know that how a private institution works. കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ് അല്ലേ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം അവിടെ അക്കൗണ്ടബിലിറ്റി കൂടുതലാണ്. ഗവൺമെൻറ് സ്കൂൾസിനെക്കാട്ടും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസും ഒരു പ്രൈവറ്റ് ഓഫീസിലും വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ മനസ്സിലാവും പ്രൈവറ്റിൽ ദ അക്കൗണ്ടബിലിറ്റി ഈസ് മോർ. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ another merit is competitions among institutions lead to the enhancement in facility and quality. Yes, of course അല്ലേ. ഞാൻ നേരത്തെയും പറഞ്ഞു മറ്റ് ഈ ഒരു സ്കൂളിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച നടക്കുകയും അവിടെ പിന്നീട് കുറേ അക്കാഡമീസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഉള്ള അപ്പോഴത്തെ റിസോഴ്സസിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഈ തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഇൻ ദ എൻഡ് എന്തിനെ ഹെൽപ്പ് ചെയ്യാണ്? ഓരോ പഠന നിലവാരത്തെയും മൂല്യത്തെയും അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റികളെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
ദെൻ ലെറ്റ്സ് കം ടു ദ ലിമിറ്റേഷൻസ്. ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വകാര്യവൽക്കരിക്കുന്നു ബാങ്കുകൾ, റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്സൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഒരുപാട് രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ്? മെയിൻ റീസൺസ് എന്തുകൊണ്ടാണ്? അതുതന്നെയാണ് നമുക്ക് എഡ്യൂക്കേഷൻ പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴും വരുന്നത് അതേ ചലഞ്ചസ് തന്നെയാണ്. ഒരു കാര്യം നമുക്കറിയാം, ഒരു പ്രൈവറ്റ് ഫേം ഇൻ ദ എൻഡ് ആ ഒരു പബ്ലിക് ഗുഡിനെക്കാട്ടും അവരുടെ പ്രോഫിറ്റിനെയാണ് എയിം ചെയ്യുക എന്നുള്ളത്. സോ ഇപ്പം നമ്മൾക്ക് ഫീസിബിൾ ആണെങ്കിലും നാളെ നമ്മൾക്ക് കയ്യെത്താ ദൂരത്തായിരിക്കും ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ എന്ന് നമുക്കൊക്കെ അറിയാം. സാധാരണക്കാരന് എത്തിപ്പെടാൻ ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്പാരിറ്റി കാണാം. പ്രൈവറ്റ് സ്കൂളുകൾ കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല. അവിടുത്തെ ചിലപ്പോൾ മാനേജ്മെൻറ്റ് ബെറ്ററാണ്, അവിടുത്തെ സ്കൂൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആണ്, അല്ലെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ അത്രത്തോളം എക്സ്പെൻസീവും ആയിരിക്കും. സോ അതുതന്നെയാണ് മേജർ ലിമിറ്റേഷൻ. ഇറ്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ എക്സ്പെൻസീവ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ലോവർ ഇൻകം ഗ്രൂപ്പ്. ഒരു സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രൈവറ്റ് സ്കൂളുകളുടെ ഫീസുകളും ഒക്കെ വരുന്നത്. അപ്പം അത് തന്നെയാണ്, ഇറ്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ എക്സ്പെൻസീവ്. ദെൻ ഇറ്റ് ലെഡ് ടു ദ എൻട്രി ഓഫ് ഫോർ പ്രോഫിറ്റ് ഓൺടർപ്രണേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് വിദ്യാഭ്യാസം ഒരു കച്ചവടമായി മാറി എന്ന് തന്നെ. സ്റ്റുഡൻറ്റ് റെഡ്യൂസ്ഡ് ആസ് കൺസ്യൂമേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആസ് പ്രൊഡക്റ്റ്. എഡ്യൂക്കേഷൻ ഒരു റൈറ്റാണ്, എല്ലാം ആണ്, പക്ഷേ അത് ഒരു മിയർ പ്രൊഡക്റ്റായി മാറി. ആൻഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്യൂമേഴ്സുമായി മാറി. അപ്പോൾ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. കച്ചവടവൽക്കരിക്കപ്പെട്ടു നമ്മുടെ എഡ്യൂക്കേഷൻ. അതാണ് ഒരു മേജർ ലിമിറ്റേഷൻ. പൈസയുള്ളവർക്ക് ആക്സസ് കിട്ടും, ക്വാളിറ്റി ആയിട്ടുള്ള പലതും ക്വാളിറ്റി ആക്സസ് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൈസ വേണം എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാം. പിന്നെ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനേക്കാളുപരി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹെൽത്തി കോമ്പറ്റീഷൻസും ഉണ്ട്. കുട്ടികൾക്ക് ഒരുപാട് രീതിയിൽ സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു അൺഹെൽത്തി രീതിയിലും കോമ്പറ്റീഷൻസ് വന്നിട്ടുണ്ട്. അപ്പം പല രീതിയിൽ നമുക്കതിനെ ചർച്ച ചെയ്യാൻ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആവുന്നതുകൊണ്ട് ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു അവർ പോയിൻറ്റ്സ്. ഇറ്റ് മെയ്ഡ് ദ എഡ്യൂക്കേഷൻ ആസ് എ മിയർ ഫോർ പ്രോഫിറ്റ് ഓൺടർപ്രീനറുകൾക്കും അവരൊക്കെ വന്നു. അതായത് കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്കൂളുകൾ തുറക്കുന്ന ഒരുപാട് മുതലാളികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെയിൻ എയിം എന്ന് പറയുന്നത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ, ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇൻ ദ എൻഡ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രോഫിറ്റും കൂടിയാണ്. അപ്പം അത് പല രീതിയിലും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ വാല്യൂസിനെയും ഐഡിയൽസിനെയും ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അഥവാ അതിനെ പല രീതിയിലും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. Now another term is globalization. സോ എന്താ ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു കോമൺ ടേം തന്നെയാണ്. വി നോ ദാറ്റ് ഹൗ ദ എൻറ്റയർ വേൾഡ് ഷ്രിങ്ക്ഡ് ഇൻ ടു എ സ്മോൾ ഗ്ലോബൽ വില്ലേജ്. ആ ഒരു വലിയൊരു കോൺസെപ്റ്റ്, വേൾഡ് എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് ഒരു ചെറിയൊരു കോൺസെപ്റ്റായി മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും എത്തിപ്പടിക്കാൻ പറ്റുന്ന ദൂരത്തിലാണ് ഇപ്പം വേൾഡിലുള്ള ഏതൊരു കൺട്രിയും അവിടുത്തെ ഫെസിലിറ്റീസും ടെക്നോളജീസും എന്നൊക്കെ നമുക്ക് പറയാം. അത് പോസിബിളായത് ഗ്ലോബലൈസേഷനെ കൊണ്ട് തന്നെയാണ്. സോ ഗ്ലോബലൈസേഷൻ ഇസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് ഇക്കണോമീസ് ത്രൂ ക്രോസ് കൺട്രി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ടെക്നോളജീസ്, ഗൂഡ്സ്, സർവീസസ് ആൻഡ് എക്സ്പെർട്ടൈസ്. അപ്പോൾ പല കൺട്രീസിലുമുള്ള ഇൻഫർമേഷൻ, ഐഡിയ, അവിടുത്തെ ടെക്നോളജീസും ഗൂഡ്സും സർവീസസും സ്കിൽസും ഒക്കെ നമുക്കും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇരുന്നിട്ടും നമുക്ക് മറ്റ് കൺട്രീസിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. മറ്റ് കൺട്രിയിലുള്ളവർക്കും അവരുടെ കൺട്രിയിൽ നിന്ന് പുറത്തുള്ളത് എല്ലാ ഈ പറഞ്ഞ ടെക്നോളജീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്സ് മെറിറ്റ്സ്.
ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഒന്നതാണ്, ഗ്ലോബലൈസേഷൻ കാരണം ഒരുപാട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എഡ്യൂക്കേഷൻ്റെ എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്കറിയാം പല ആഫ്രിക്കൻ കൺട്രീസിലും ഒക്കെ തന്നെ ഈ സോ കോൾ ഡെവലപ്ഡ് കൺട്രീസിൻ്റെയൊക്കെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ രീതിയിലുള്ള ഫിലാന്ത്രോപ്പിക് ആൻഡ് ചാരിറ്റി റൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് ഗ്ലോബലൈസേഷൻ ഒരു കാരണമാണ് അങ്ങനത്തെ ഒരു എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ദെൻ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആസ് വെൽ. ഗ്ലോബലൈസേഷനെ കൊണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റീസാണ്. അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഒരുപാട് ബ്ലൂം ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനാണ് കൂടുതലും എയിം ചെയ്തിട്ടുള്ളത് വിത്ത് ഗ്ലോബലൈസേഷൻ. ദെൻ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ. വി നോ ദാറ്റ് ഇന്ന് നമുക്ക് ഇന്ത്യയിലുള്ളവർക്കും ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ആക്സസ് ഉണ്ട്. നമ്മൾ അവിടുത്തെ എഡ്യൂക്കേഷനിസ്റ്റുകളായിട്ട് നമുക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി പഠിക്കാം. ഈവൻ ഇന്ത്യയിൽ വരുന്നവരുണ്ട് പലതും പഠിക്കാൻ വേണ്ടി. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. സോ ഇൻ ദ എൻഡ് അവിടെ എന്താ നടക്കുന്ന, ഒരു മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ പോസിബിളായി അല്ലേ. നമ്മൾ ഈ ഒരു ബൗണ്ടറിക്ക് പുറത്തേക്കും ചിന്തിച്ചു, പുറത്തേക്കും സഞ്ചരിച്ചു, അവിടെയുള്ള ഐഡിയാസും നോളേജസും ഒക്കെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലായിടത്തും ചാനലൈസ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നത് ഒരു മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ നമുക്ക് സാധിച്ചു എന്നത് ഒരു മെറിറ്റാണ്. ദെൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ മാത്രം സെൻറ്റർ ചെയ്തിരുന്ന കുറേ പവേഴ്സ് നമുക്ക് ഡീസെൻട്രലൈസ് ചെയ്യാൻ പറ്റി. അതൊരു ഗ്ലോബൽ ലെവലിൽ എഡ്യൂക്കേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ഡീസെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ മെറിറ്റ്. പിന്നെ വരുന്നത് ഇറ്റ്സ് ഏബിൾ ടു എക്വയർ, ഗ്ലോബലൈസേഷൻ എനേബിൾ ടു എക്വയർ ന്യൂ സ്കിൽസ്, നോളേജ് ആൻഡ് കോമ്പിറ്റൻസീസ് ഫോർ വൊക്കേഷൻസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഇപ്പം ഡിമാൻഡിലുള്ള ജോബിനെയൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പുതിയ സ്കില്ലുകൾ പഠിക്കാനും നോളേജുകൾ ഗെയിൻ ചെയ്യാനും ഒക്കെ ഗ്ലോബലൈസേഷൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ മറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കൺട്രീസിലുള്ള ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനാണ് അവിടെ കൊടുക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഒരു എൻജിനീയറിംഗ് കോളേജ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ആ ഒരു അതിന് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള സ്കില്ലുകളും കോമ്പീറ്റൻസീസാണോ വേണ്ടത്, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സജ്ജമാകുമ്പോൾ അങ്ങനെ ന്യൂ സ്കിൽസും നോളേജും കോമ്പീറ്റൻസീസും ഒക്കെ എക്വയർ ചെയ്യാനും നമ്മളെ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. It increased job opportunities. Of course, we know that globalization has increased job opportunities. ഒരുപാട് പേരുണ്ട് MNCs, അതായത് മൾട്ടിനാഷണൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൺട്രിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. സോ ഇത്തരം ഒരുപാട് മെറിറ്റ്സും ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. Now let's look at the limitations. The claims of advanced countries about quality are often false and misleading. പല അഡ്വാൻസ്ഡ് കൺട്രീസ് അഥവാ ഡെവലപ്ഡ് കൺട്രീസും അവരുടെ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള ഇന്ന കോഴ്സുകൾ ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ തുറക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് തുറക്കും. പക്ഷേ ഈവൻ ഇന്ത്യയിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ്റെ ആ ക്വാളിറ്റീൻ്റെ അത്ര പോലും വരാത്ത ആയിരിക്കും അവർ ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അവിടെ ചിലപ്പോൾ ഫാക്കൽറ്റീസ് ഉണ്ടാവില്ല. ചിലപ്പം നമ്മൾ അധികം ഒരു കൺട്രീൻ്റെ നെയിമിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ UK ബേസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ നിന്ന് വന്ന യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ജോയിൻ ചെയ്യുമ്പം ഒരു പക്ഷേ അവരുടെ ഓൺ കൺട്രീസിൽ പോലും റെക്കഗ്നീഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫോൾസ് ആൻഡ് മിസ്ലീഡിങ് ആയിട്ടുള്ള ഇതിലേക്കും ചെന്ന് കയറിയിട്ടുണ്ട്. ഈവൻ ജപ്പാനിലൊക്കെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വന്നിട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫെയിലിയർ.
സോ പലപ്പോഴും അവർ പറയുന്ന ആ കോഴ്സുകളിൽ ജോയിൻ ചെയ്താലും നമുക്ക് അവർ പറയുന്ന ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഫാക്കൽറ്റീസോ ഒന്നും കിട്ടാത്ത ആവുന്നൊരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. സോ അതാണ് ദ ക്ലെയിംസ് ഓഫ് അഡ്വാൻസ്ഡ് കൺട്രീസ് അബൌട്ട് ക്വാളിറ്റി ആർ ഓഫൺ ഫോൾസ് ആൻഡ് മിസ്ലീഡിങ്. ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് മോട്ടീവ്സ് അറിയാം. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷനൊക്കെ എക്കണോമിക് ബൂസ്റ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞു ഇതൊരു ഇക്കണോമിക് പോളിസി ആയതുകൊണ്ട് തന്നെ ഇക്കണോമി ബൂസ്റ്റ് ചെയ്യാനാണ് അവരുടെ മെയിൻ എയിം. സോ അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു മോട്ടീവാണ് ഇക്കണോമി എന്ന് പറയുന്നത്. സോ അത് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴും ആ ഗ്ലോബൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് ലെവലിനേക്കാളും അവരുടെ എയിംസ് കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും. അവർ കുറച്ചും കൂടി ഇൻഡിവിജ്വലിസ്റ്റും സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പോളിസികളും നോംസുകളും ആയിരിക്കും. അപ്പം അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ത്രെറ്റ് ടു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹാർമണി. ഓഫ് കോഴ്സ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഓൺ കൾച്ചർ ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റി ആൻഡ് ഹാർമണിക്ക് ഒരുപാട് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു ത്രെറ്റ് തന്നെയായിരുന്നു. മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ ഒരു പോസിറ്റീവായിട്ട് നേരത്തെ പറഞ്ഞപ്പം അതിന് നമ്മൾ കാണാത്ത ഒരുപാട് നെഗറ്റീവ് സൈഡുകളുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്നെ അറിയാം. പ്രൈവറ്റൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്കൂളുകളുടെയൊക്കെ ലുക്കേ ആകെ മാറിയിട്ടുണ്ട്. പല ഗവൺമെൻറ് സ്കൂളുകളും പ്രൈവറ്റ് ഫേംസിനൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് അതിൻ്റെ മൊത്തം അവിടുത്തെ ഫെസിലിറ്റീസും ആ സ്കൂളുകളൊക്കെ മൊത്തം മാറ്റി തിരിച്ചിട്ടുണ്ട്. അതോടുകൂടി അവിടുത്തെ യൂണിഫോമുകളൊക്കെ കോട്ടും ഒക്കെ വരുന്നു. അങ്ങനെ വലിയ വലിയ ചേഞ്ചസ് വരുന്നു. പക്ഷേ നമ്മളപ്പോഴൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഈ ഷൂസും ഓവർ കോട്ടും ഇതൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റിനും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനും ഒക്കെ സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിക്കുമ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ. സോ വി ആർ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഇമിറ്റേറ്റിംഗ്. എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാണ്. ജസ്റ്റ് അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് എന്ന് പറയുമ്പം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ യൂണിഫോം സ്ട്രക്ചറും എല്ലാം നമ്മൾ ഇവിടെ സ്യൂട്ടബിൾ ആണോ അല്ലേ, ഇവിടെ അഫോർഡബിൾ ആണോ അല്ലെങ്കിൽ ഇവിടെ അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്നൊന്നും നോക്കാതെ ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷനും കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓൺ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹാർമണിക്ക് അതൊരു വലിയൊരു ത്രെട്ടായി മാറുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇറ്റ് റിസൾട്ടഡ് ഇൻ ദ കൊമേഴ്ഷ്യലൈസ്ഡ്, പ്രൈവറ്റൈസ്ഡ് ആൻഡ് ക്യാപിറ്റലൈസ്ഡ് ഫോർ പ്രോഫിറ്റ് എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിബറലൈസേഷൻ ആയാലും പ്രൈവറ്റൈസേഷൻ ആണെങ്കിലും ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ മെറിറ്റും ഡിമെറിറ്റും ഓൾമോസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. മൂന്നിനും പറയുന്ന അതേ മെറിറ്റും, മൂന്നിനും ഒരേ മെറിറ്റും പറയാം, മൂന്നിനും ഒരേ ഡിമെറിറ്റും പറയാം. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ലിമിറ്റേഷൻസൊക്കെ ലിബറലൈസേഷൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാം, പ്രൈവറ്റൈസേഷൻ്റെ ലിമിറ്റേഷൻസ് ആയി പറയാം, ഗ്ലോബലൈസേഷൻ്റെ ലിമിറ്റേഷൻസ് തന്നെയാണ്. ഇൻ ദ എൻഡ് നമുക്ക് പറയാൻ പറ്റും ഈ ഇക്കണോമിക് പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇൻ ദ എൻഡ് റിസൾട്ടഡ് ഇൻ കൊമേഴ്ഷ്യലൈസ്ഡ്, പ്രൈവറ്റൈസ്ഡ് ആൻഡ് ക്യാപിറ്റലൈസ്ഡ് ഫോർ പ്രോഫിറ്റ് എഡ്യൂക്കേഷൻ. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കച്ചവട താല്പര്യം മാത്രമായിട്ടും അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രമായി ഒതുങ്ങിക്കൂടിയിട്ടുണ്ടെന്നും പറയാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടേമും കൂടി നമുക്കിതിൽ നോക്കേണ്ടതാണ്. We know that Indian society is historically a stratified society അല്ലേ. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഒരു സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റിയാണ്. അതായത് ഒരുപാട് സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നതാണ്. വേദിക് പീരീഡിൽ ക്ലാസ് സിസ്റ്റം വൈസായിരുന്നു സ്ട്രാറ്റിഫൈഡ് ആയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സൊസൈറ്റി. അത് പിന്നീട് കൊളോണിയൽ പീരീഡിലേക്ക് വന്നപ്പോൾ ക്ലാസ് സിസ്റ്റമായി, അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്ന രീതിയിൽ. പിന്നീട് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഇപ്പം ഇത്തരം ക്ലാസ്, ഈവൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് സ്റ്റിൽ എക്സിസ്റ്റ്, ഇപ്പോൾ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ട്രൈസ് ടു റിമൂവ് ഇറ്റ്സ് സോഷ്യൽ ഡിഫറൻസസ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ കുറേ പോളിസീസും ഒക്കെ കൊണ്ടുവന്നു. ബട്ട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ നിയോ ലിബറൽ പോളിസീസും LPGൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഹാസ് ഓൺലി ഇൻക്രീസ്ഡ് സോഷ്യൽ ഗ്യാപ്സ് ഇൻ ഇന്ത്യ. കൂടുതൽ ഈ ഗ്യാപ്പുകൾ, ദ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് അഥവാ റിച്ച് ആൻഡ് പുവർ ഒക്കെ തമ്മിലുള്ള ആ ഗ്യാപ്പുകൾ വർദ്ധിപ്പിക്കാനാണ് കൂടുതലും എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ഇത്തരം ഡിസ്പാരിറ്റീസും ഡിഫറൻസസും ഒന്നുമില്ലാതെ എല്ലാവരെയും ഒന്നാക്കുക എന്നതാണ്.
അങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് മാറി ഈ കച്ചവട താല്പര്യമായി മാറിയപ്പം എഡ്യൂക്കേഷൻ ഈ LPG പോലത്തെ പല പോളിസീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ പ്രോഫിറ്റ്, കുറേ പ്ലസ് പോയിൻ്റ്, കുറേ മെറിറ്റ്സ് നമ്മൾ പറഞ്ഞെങ്കിലും ഇത്തരം കുറേ ഡീമെറിറ്റ്സും കൂടി വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഇപ്പോഴത്തെ ഗ്യാപ്സിനെ ഇൻക്രീസ് ചെയ്തു എന്നല്ലാതെ അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ അധികം ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഈവൺ ദോ ഇൻ എ ബിഗ് മാനർ നമ്മുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം സോഷ്യൽ കൾച്ചറൽ ഗ്യാപ്പുകൾ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് മാറ്റർ, ഒരു പ്രൊഡക്റ്റ് പോലെയായി മാറി എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഐ തിങ്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിഷ്യലായി എന്നത് ഞാൻ കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് പോയിൻറ്റ്സ് ആൻഡ് ഈ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി എക്സാമിന്. Try to understand while studying. Okay, all the best and thank you.